നമ്മൾ റിനൈസൻസ് പീരീഡ് അഥവാ നവോത്ഥാന കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചിത്രങ്ങളും അതുപോലെ തന്നെ ചിത്രകാരന്മാരെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഷോർട്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നവോത്ഥാന കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട 4 ചിത്രകാരന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ആരായിരുന്നു? മസാച്ചോ. സെക്കൻഡ് വൺ ഇസ് ഡാവിഞ്ചി. തേർഡ് വൺ ഇസ് മൈക്കലാഞ്ചലോ. ഫോർത്ത് വൺ ഇസ് റാഫേൽ ആൻഡ് ടിഷാൻ. ഇനി ഇവരുടെ വർക്ക്സിന്റെ പ്രത്യേകത അഥവാ സവിശേഷതകൾ എന്ന് പറയുന്ന സമയത്ത് ഫസ്റ്റ് വൺ ആയ മസാച്ചോന്റെ കേസ് എടുക്കുന്ന സമയത്ത് wall paintings characterized by the round in shape and seems to protrude from their surface. Okay, and also showcase human figures engaging in everyday life experiences. ഇതാണ് എന്ത് മസാച്ചോയുടെ ചിത്രങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്ന സമയത്ത്. ഇനി സെക്കൻഡ് വൺ ആയ ഡാവിഞ്ചിയുടെ കേസ് എടുക്കുന്ന സമയത്ത് harmonious use of colors, shadow and light, scientific study of the human body, emphasis on human emotion and enigmatic expressions. Okay, ഇനി ഡാവിഞ്ചിയുടെ പ്രധാനപ്പെട്ട 2 പെയിന്റിംഗ്സ് എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും ഓർത്തു വെക്കുക. ദാറ്റ് ഈസ് അന്ത്യ അത്താഴം അഥവാ ലാസ്റ്റ് സപ്പർ, കൂടാതെ മൊണാലിസ. ഓക്കെ, അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യുക, ഈ 2 പെയിന്റിംഗ്സ് തീർച്ചയായും ഓർത്തു വെക്കുക. ഓക്കെ, ഇനി തേർഡ് വൺ എന്ന് പറയുന്ന സമയത്ത് മൈക്കലാഞ്ചലോന്റെ കേസ് എടുക്കുന്ന സമയത്ത് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ പവർഫുൾ ആൻഡ് ഗ്രേസ്ഫുൾ ഹ്യൂമൻ ഫോംസ് ആയിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ആൻഡ് ഓൾസോ ഫേമസ് പെയിന്റിംഗ്സ് എന്ന് പറയുന്ന സമയത്ത് സീലിംഗ് ഓഫ് ദി സിസ്റ്റൈൻ ചാപ്പലും കൂടാതെ ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ് അഥവാ അന്ത്യവിധി ആയിരുന്നു. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ആയ റാഫേൽ ആൻഡ് ടിഷാൻ എടുക്കുന്ന സമയത്ത് ഇവരുടെ ചിത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ portrayed human as a wise, moderate and dignified, and also beauty and ideas were given equal importance. അപ്പം ഈ 4 പേരാണ് എന്ത് നവോത്ഥാന കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചിത്രകാരന്മാരും കൂടാതെ അവരുടെ പ്രധാനപ്പെട്ട ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇവിടെ നിങ്ങൾ തീർച്ചയായും ഡാവിഞ്ചിയുടെയും മൈക്കലാഞ്ചലോന്റെയും പെയിന്റിങ്സ് തീർച്ചയായും ഓർത്തു വെക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് വീണ്ടും കാണാനായി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നമ്മളെ റേസിന്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബും ചെയ്യുക. ബൈ.